ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ അബു ഖദീജയെ വധിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് വ്യക്തമാക്കിയത്. അബു ഖദീജയുടെ ദയനീയ ജീവിതം അവസാനിച്ചിരിക്കുന്നുവെന്ന് ആയിരുന്നു ട്രംപിന്റെ പരാമർശം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൊടും കുറ്റവാളി ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ധീരയായ യുദ്ധ പോരാളികൾ അയാളെ നിരന്തരം വേട്ടയാടിയിരുന്നു. അവസാന ദയനീയമായ അയാളുടെ ജീവിതവും ഒപ്പം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മറ്റൊരു അംഗത്തിന്റെ ജീവനും ഇസ്രായേൽ സർക്കാരിന്റെയും ഖുർദിഷ് പ്രദേശീയായ സർക്കാരിന്റെയും സഹകരണത്തോടെ അവസാന ദയനീയമായ അയാളുടെ ജീവിതവും ഒപ്പം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മറ്റൊരു അംഗത്തിന്റെ ജീവനും ഇസ്രായേൽ സർക്കാരിന്റെ ഖുർദിഷ് പ്രദേശീയായ സർക്കാരിന്റെയും സഹകരണത്തോടെ തങ്ങൾ എടുത്തിട്ടുണ്ട്. ശക്തിയിലൂടെ സമാധാനം എന്നായിരുന്നു ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക വിലക്കേർപ്പെടുത്തിയ അബു ഖദീജയെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇറാഖ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇറാഖ് അമേരിക്കൻ സൈന്യം സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു അബു ഖദീജയെ വധിച്ചത്. ഭീകരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ വിവരം സോഷ്യൽ മീഡിയയിലും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇറാഖിലെയും ലോകത്തെയും ഏറ്റവും അപകടകരമായി കണക്കാക്കിയിരുന്ന ഭീകരൻ ആണ് അബു ഖദീജയെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി പറഞ്ഞു. ഇറാഖിലെ ജനങ്ങളെ, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും സംരക്ഷണ സ്ഥാപനത്തിൽ നേരിയ നിർണായക വിജയത്തിൽ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ഭീകരനാണ് അബു ഖദീജ. വിദേശ രാജ്യങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഇയാളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 2023 അബു ഖദീജയുടെ അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയത്.